യഥോധർമ്മ സ്തതോ ജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് പ്രധാനമായും പറഞ്ഞു നിർത്തിയത് ബൃഹദർശമി മഹർഷി യുധിഷ്ഠിര മഹാരാജാവിനും പാണ്ഡവർക്കും നളചരിതം, അതായത് നളൻ്റെ നിർഭാഗ്യകരമായ ജീവിതത്തിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് പ്രധാനമായും പറഞ്ഞത്. അതിൽ ദമയന്തിയുടെ സ്വയംവരം നിശ്ചയിക്കുന്നതും ആ സ്വയംവരത്തിന് ക്ഷണിക്കപ്പെട്ടെത്തിയ അനേകം രാജാക്കന്മാരോടൊപ്പം അവിടെ എത്തിയ നളനെ ദമയന്തിയെ നേടണമെന്ന ആഗ്രഹത്തോടുകൂടി അവിടെ എത്തിയ ദേവരാജാവായ ഇന്ദ്രനും മറ്റ് 3 ദേവന്മാരും അടക്കം ദൂതനായി ദമയന്തിയുടെ അടുത്ത് പറഞ്ഞയക്കുന്ന ഭാഗവുമാണ് പ്രധാനമായും പറഞ്ഞത്. തുടർന്ന് ഈ ഭാഗത്ത് ദമയന്തി സ്വയംവരമാണ് പ്രധാനമായും പറയാൻ പോകുന്നത്. ഭീമ മഹാരാജാവിൻ്റെ ക്ഷണപ്രകാരം അവിടെ എത്തിയ ഭൈമി കാമുകന്മാരായ അനേകം രാജാക്കന്മാർ സ്വയംവര മണ്ഡപത്തിൽ സ്വയംവര ദിവസം എത്തിച്ചേരുകയും ദമയന്തിയെ അണിയിച്ചൊരുക്കി ഭീമ മഹാരാജാവ് ആ സ്വയംവര മണ്ഡപത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ലോകൈക സുന്ദരിയായ ദമയന്തിയെ സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അവിടെ ഇരിക്കുന്ന മഹാരാജാക്കന്മാർ ഓരോരുത്തരെയും അഭിമുഖീകരിച്ച് കണ്ടുകൊണ്ട് മുന്നോട്ട് ഭരണമാല്യവുമായി നീങ്ങിയ ദമയന്തിക്ക് താൻ ലക്ഷ്യമാക്കി പോകുന്ന നളൻ്റെ മുന്നിലെത്തുവാൻ കഴിയുകയും എന്നാൽ 5 നളന്മാർ ഒരുമിച്ച് ഒരുപോലിരിക്കുന്നത് കണ്ട് ദമയന്തി ആകെ പരിഭ്രാന്തിയാവുകയും എന്നാൽ ദമയന്തിക്ക് തന്നെ മനസ്സിലായി ഇത് നളമഹാരാജാവിനെ ദൂതനായി അയച്ച 4 ദേവന്മാരാണ് നളൻ്റെ രൂപത്തിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലാവുകയും ദമയന്തി ആ ദേവന്മാരെ സ്വയം മനസ്സുകൊണ്ട് ധ്യാനിക്കുകയും ചെയ്യും. അല്ലയോ ലോകപാലകരായ ദേവന്മാരെ, നിങ്ങൾക്കറിയാവുന്നതാണല്ലോ ഞാൻ മനസ്സുകൊണ്ട് നളനെ ഭരിച്ചു കഴിഞ്ഞിട്ട് നാളുകളേറെയായി. ഉത്തമയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അതായത് ഒരു കാരണവശാലും പതിവ്രതയായ ഒരു സ്ത്രീ മനസ്സുകൊണ്ടെങ്കിലും ഒരു പുരുഷനെ ഭരിച്ചാൽ മറ്റൊരു പുരുഷനെയും ഇനി ഒരു കാരണവശാലും ഭരിക്കാനോ ആഗ്രഹിക്കാനോ നോക്കാനോ തന്നെ പാടില്ല എന്ന സത്യം അറിയാവുന്ന ദേവന്മാരായ നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചാലും എനിക്ക് നളനെ തന്നെ വെളിപ്പെടുത്തി തന്നാലും എന്ന്. ദമയന്തിയുടെ ആ അപേക്ഷ സ്വീകരിച്ച ദേവന്മാർ അവർ ഓരോരുത്തരുടെയും അടയാളങ്ങൾ പ്രദർശിപ്പിക്കുകയും അപ്പോൾ ദമയന്തിക്ക് നളൻ ആര് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭരണമാല്യം ദമയന്തി നളൻ്റെ കഴുത്തിൽ തന്നെ ചാർത്തുകയും ദമയന്തിയുടെ സ്വയംവരം കഴിഞ്ഞതിന് ശേഷം ആ 4 ദേവന്മാരും, അതായത് ഇന്ദ്രനും അഗ്നിയും യമനും വരുണനും നളന് 2 വീതം അനുഗ്രഹങ്ങൾ, അതായത് വരങ്ങൾ നൽകുകയും ചെയ്തു. യമൻ സ്വാദിഷ്ടമായ ഭക്ഷണം ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കാൻ കഴിയുമെന്നും ഒരിക്കലും ധർമ്മം വിട്ടുപിരിയാതെ ഇരിക്കാൻ മനസ്സ് വരുമെന്നും അനുഗ്രഹിച്ചപ്പോൾ ഇന്ദ്രൻ യാഗങ്ങളിൽ താൻ സ്വയം പ്രത്യക്ഷപ്പെട്ടുകൊള്ളാമെന്നും
മരണശേഷം സ്വർഗം നൽകാമെന്നും ആണ് ഇന്ദ്രന് വരം നൽകിയതെങ്കിൽ അഗ്നി തന്നെപ്പോലെ പ്രശോഭിക്കുന്ന ലോകം എപ്പോഴും ലഭിക്കുമെന്നും ഏത് സമയത്തും തൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകുമെന്നും അനുഗ്രഹിക്കുകയും എന്നാൽ വരണൻ ഒരു കാലത്തും നശിക്കാത്ത ഒരു പൂവും ഏതു സമയത്തും തൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന സമയത്ത് നളൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായിക്കൊള്ളാം എന്നും അനുഗ്രഹിച്ച് 4 ദേവന്മാരും സന്തോഷമായി അവിടെ നിന്ന് കടന്നു പോവുകയും ദമയന്തിയുടെ സ്വയംവരത്തിൽ എത്തിയ രാജാക്കന്മാരിൽ അധികവും ദമയന്തിയെ ലഭിക്കാത്തതിൻ്റെ ദുഃഖത്തിൽ നിന്ന് അവിടെ നിന്ന് കടന്നു പോവുകയും ചെയ്തു. ആ സമയത്ത് ദേവന്മാർ ഇവിടെ നിന്ന്, അതായത് ദമയന്തിയുടെ സ്വയംവരത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞതിന് ശേഷം ദേവലോകത്തേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക്, അതായത് ഭൂമിയിലേക്ക് വരുന്ന കലിയെയും കലിയുടെ ഉത്തമമിത്രമായ ദ്വാപരനെയും കാണാനിടയാവുകയും ഇന്ദ്രൻ കലിയോട് എവിടെയാണ് പോകുന്നത് എന്ന് ചോദിക്കുകയും നാം വിദർഭയിലേക്ക് പോവുകയാണ്, അവിടെ ലോകൈക സുന്ദരിയായ പിബരാജാവിൻ്റെ പുത്രി ദമയന്തിയുടെ സ്വയംവരം നടക്കുകയാണ്, ദമയന്തിയെ ഒന്ന് വേലി കഴിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് കലി ഇന്ദ്രനോട് പറയുകയും ഇത് കേട്ട് സ്വയം ഇന്ദ്രനും മറ്റ് ദേവന്മാരും ചിരിച്ചുകൊണ്ട് പ്രതിവചിച്ചു. അവിടെ ദമയന്തിയുടെ സ്വയംവരം നടന്നു കഴിഞ്ഞു. അത് നമ്മുടെ സാന്നിധ്യത്തിലാണ് അവിടെ സ്വയംവരം കഴിഞ്ഞത്. ദമയന്തി നളൻ എന്ന മഹാരാജാവിനെ ഭരിച്ചു കഴിഞ്ഞു എന്ന് പറയുകയും ഇത് കേട്ട് ഉടൻ തന്നെ കലി കോപിഷ്ഠനായി തിരിച്ച് ഇന്ദ്രനോട് പറഞ്ഞു, ദേവരാജാവായ അങ്ങും പ്രഗത്ഭദേവന്മാരായ ഇവരും ഇരിക്കുന്ന ആ വേദിയിൽ കേവലം ഒരു മനുഷ്യനെ ദമയന്തി വേലി കഴിച്ചുവെന്നോ? എന്താണ് ഈ പറയുന്നത്? ദേവന്മാർക്ക് തന്നെ ഇതൊരു അപമാനമായി കഴിഞ്ഞല്ലോ എന്ന് പറയുകയും, എന്നാൽ ഈ സമയം ഇന്ദ്രൻ തന്നെ കലിയോട് പറഞ്ഞു, നളൻ ഇന്ന് ലോകത്തുള്ളതിൽ ഏറ്റവും ഉത്തമനും ശ്രേഷ്ഠനുമായ രാജാവാണ്. അദ്ദേഹത്തെ നമ്മുടെ സമ്മതത്തോടു കൂടിയാണ് ദമയന്തി സ്വയംവരം നടത്തിയത് എന്നറിയിച്ചതിന് ശേഷം ദേവന്മാർ അങ്ങ് സ്വർഗത്തിലേക്ക് പോവുകയും, എന്നാൽ കലിയടങ്ങാതെ സുഹൃത്തായ ദ്വാപരനോട് പറഞ്ഞു, ഒരു കാരണവശാലും നള ദമയന്തിമാരെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല എന്നും നളനെ രാജഭ്രഷ്ടനാക്കാൻ നമുക്ക് ശ്രമം നടത്തണമെന്നും പറഞ്ഞ് ദ്വാപരനെയും കൂട്ടി കലി നൂരെ നിഷാദ രാജ്യത്തിലേക്ക് വരികയും, എന്നാൽ ദമയന്തി സ്വയംവരം കഴിഞ്ഞ നളൻ ഏതാനും നാളുകൾ വിദർഭയിൽ സന്തോഷമായി ഭീമരാജാവിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് കഴിഞ്ഞുകൂടുകയും നാളുകൾക്ക് ശേഷം വിദർഭയിൽ നിന്ന് നിഷാദ രാജ്യത്തിലേക്ക് തിരിച്ചു വരികയും അവിടെ വന്ന് വളരെ സന്തോഷത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി ഐക്യത്തോടുകൂടി 12 വർഷക്കാലം നളനും ദമയന്തിയും സന്തുഷ്ടമായി ജീവിതം നയിക്കുകയും ഈ സമയത്ത് അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ടാവുകയും ചെയ്തു. എന്നാൽ ഈ 12 വർഷക്കാലവും നിഷാദ രാജ്യത്ത് നളനെ കൂടെ അനുഗമിക്കുകയായിരുന്നു കലി. ഏതൊരു സന്ദർഭവും നോക്കി ആ സന്ദർഭത്തിൽ കലിക്ക് നളനിൽ പ്രവേശിക്കണമെന്നും നളനിൽ പ്രവേശിച്ച് നളൻ്റെ ജീവിതം താറുമാറാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി 12 വർഷം പുറകെ നടന്നിട്ട് അതിനുശേഷം മാത്രമേ കലിക്ക് നളനിൽ കയറാൻ കഴിഞ്ഞുള്ളൂ. അതിന് കിട്ടിയ അവസരമെന്ന ഒരു നാൾ മൂത്ര വിസർജനത്തിന് ശേഷം ശരിയാമണ്ണം ശുദ്ധി വരുത്താതെ സന്ധ്യാ പൂജകളിൽ ഏർപ്പെട്ട നളനെ ആ സമയത്ത് കലി നളനിലേക്ക് പ്രവേശിക്കുകയും കലി നളൻ്റെ സഹോദരനായ പുഷ്കരനെ കണ്ട്
നീ നളനെ ചൂതിന് ക്ഷണിക്കണമെന്നും നിനക്ക് ഈ രാജ്യം ഭരിക്കണമെന്ന് ആഗ്രഹമുള്ളിലുള്ളതായി എനിക്കറിയാമെന്നും ഞാൻ നിന്നെ സഹായിക്കാമെന്നും ചൂതിന് ക്ഷണിച്ചാൽ ഞാൻ നളനെ തോൽപ്പിച്ചു കൊള്ളാമെന്നും നിനക്ക് അപ്രകാരം രാജ്യം ലഭിക്കുന്നതാണ് എന്നും നളൻ്റെ സഹോദരനായ പുഷ്കരനെ അറിയിക്കുകയും രാജാവാവണമെന്ന മുഖത്തോടു കൂടി നടക്കുകയായിരുന്ന നളൻ്റെ അനുജൻ പുഷ്കരൻ കലിയുടെ നിർദ്ദേശപ്രകാരം നളനെ ചൂതിന് ക്ഷണിക്കുകയും ചെയ്തു. അനേകം ദിവസം അനുജൻ വെല്ലുവിളിക്കുന്നത് കണ്ട് കലിയുടെ പ്രഭാവത്തിൽ പുഷ്കരനുമായി നളൻ ചൂത് കളിക്കുകയും ദിവസങ്ങളല്ല മാസങ്ങൾ തന്നെ ആ ചൂതുകളി നീണ്ടു നിൽക്കുകയും ഏതെങ്കിലും വിധത്തിൽ ചൂതുകളിയിൽ നിന്ന് നളനെ വ്യതിചലിപ്പിക്കണമെന്ന ചിന്തയോടുകൂടി ദമയന്തിയും മന്ത്രിമാരും ശ്രമം നടത്തിയെങ്കിലും കലിയുടെ ആവിർഭാവത്തിൽ നളൻ അതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുകയും അവസാനം രാജ്യവും എന്ന് വേണ്ട സർവ്വതും നഷ്ടപ്പെട്ട് ഒറ്റ വസ്ത്രം മാത്രമായി നളൻ രാജ്യത്തിൽ നിന്ന് പുഷ്കരൻ പുറത്താക്കുകയും ചെയ്തു. ഈ സമയം ദമയന്തി തൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും നളമഹാരാജാവിൻ്റെ ഇഷ്ട സാരഥി മുഖേന വിദർഭ രാജ്യത്തിലേക്ക് കൊടുത്തയക്കുകയും തൻ്റെ പിതാവിൻ്റെ അടുത്ത് ഏൽപ്പിക്കുകയും ചെയ്തതിന് ശേഷം നളനോടൊപ്പം ദമയന്തിയും അനുഗമിച്ച് അങ്ങനെ രാജ്യം വിട്ട് വനത്തിലെത്തി അങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു രണ്ടുപേരും. ദിവസങ്ങളോളം ഭക്ഷണമോ ജലമോ ലഭിക്കാതെ കാട്ടിലൂടെ അലഞ്ഞു നടക്കുകയായിരുന്ന നളനും ദമയന്തിയും നളൻ ഈ സമയത്ത് പല വിധത്തിലും ദമയന്തിയെ തന്നിൽ നിന്ന് പിരിഞ്ഞ് വിദർഭ രാജ്യത്തിൽ പോയി അച്ഛനോടൊപ്പം ജീവിക്കാൻ ദമയന്തിയോട് ആവശ്യപ്പെടുകയും എന്നാൽ നമുക്ക് രണ്ടുപേർക്കും വിദർഭയിലെത്തി പിതാവിൻ്റെ അതിഥികളായി ജീവിക്കാം എന്ന് നളനോട് പറയുകയും എന്നാൽ ഞാനൊരു മഹാരാജാവായി ആണ് വിദർഭയിൽ വന്ന് നിന്നെ വേളി കഴിച്ചതെന്നും ഇനി കേവലം ഒരു തെണ്ടിയായി ആ രാജ്യത്ത് വരാൻ എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞ നളൻ ആ വനത്തിലൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കുകയും കൂടെ നടക്കുകയായിരുന്ന ദമയന്തി ക്ഷീണിതയാണെങ്കിലും നളനെ അനുഗമിക്കുകയും ചെയ്തു. ദിവസങ്ങളോളം ഭക്ഷണം ലഭിക്കാതെ ഇരുന്ന നളന് ഏത് വിധത്തിലെങ്കിലും എന്തെങ്കിലും വിശപ്പടക്കാൻ കിട്ടാൻ ശ്രമം നടത്തുന്നതിനിടയിൽ ഒന്നും ലഭിക്കാതിരിക്കുകയും എന്നാൽ ഒരു കൂട്ടം സ്വർണ്ണവർണ്ണമുള്ള പക്ഷികൾ തറയിലിരിക്കുന്നത് കണ്ട് ഈ പക്ഷികളെ പിടിച്ചെങ്കിലും തിന്നാം എന്ന ആഗ്രഹത്തോടുകൂടി നളൻ ആ തറയിലിരുന്ന അനേകം പക്ഷികളുടെ പുറത്ത് താൻ ഉടുത്തിരുന്ന ഒറ്റ വസ്ത്രത്തെ അഴിച്ച് ഇങ്ങനെ പക്ഷികളുടെ പുറത്തിടുകയും ആ പക്ഷികൾ അതേ സമയം തന്നെ എല്ലാ പക്ഷികളും ഒരുമിച്ച് മുകളിലേക്ക് ഉയരുകയും അങ്ങനെ ആ നളൻ്റെ ആ വസ്ത്രവും കൊണ്ട് അന്തരീക്ഷത്തിൽ പറന്നുയർന്ന ആ പക്ഷികൾ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, നമ്മൾ കേവലം പക്ഷികളല്ല, നമ്മൾ അക്ഷതങ്ങളാണ്. അങ്ങേക്ക് ഈ സമയം അങ്ങയുടെ ഒറ്റ വസ്ത്രം പോലും നഷ്ടപ്പെടണം എന്നതാണ് വിധി. അതനുസരിച്ച് അത് നിർവഹിക്കുന്നതിലേക്ക് വേണ്ടിയാണ് നാം ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് ആ അക്ഷതങ്ങൾ അങ്ങനെ ഉയരത്തിൽ നളൻ്റെ വസ്ത്രവുമായി പറന്നു പോവുകയും ചെയ്തു. അങ്ങനെ വിവസ്ത്രനായ കൈ വനത്തിലൂടെ വീണ്ടും അലഞ്ഞ നളനും ദമയന്തിയും വളരെയധികം അവശനായി വനത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയ വഴിയമ്പലത്തിൽ കിടന്നുറങ്ങാനിടയായി. ക്ഷീണിതയായി ദമയന്തി നല്ലവണ്ണം ഉറങ്ങുകയും എന്നാൽ ഒരു കാരണവശാലും ഉറക്കം വരാതിരുന്ന നളൻ തന്നെ പിരിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കാണാതിരുന്നാൽ ദമയന്തി ഏത് വിധേനയെങ്കിലും അങ്ങ് വിദർഭയിലേക്ക് പോയി പിതാവിൻ്റെ അടുത്ത് സുഖമായി ജീവിച്ചു കൊള്ളും എന്ന വിശ്വാസത്താൽ നളൻ ദമയന്തിയുടെ വസ്ത്രത്തിൻ്റെ ഒരു മുറി വലിച്ചു കീറി നാണം മറച്ചതിന് ശേഷം അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഓടിപ്പോവുകയാണ് ചെയ്തത്. എന്നാൽ കുറച്ചു ദൂരം അകലെ ചെന്നതിന് ശേഷം ഞാൻ ദമയന്തിയോട് അനീതി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് അവനിൽ ധർമ്മബോധം ഉണരുകയും വീണ്ടും നളൻ തിരിച്ച് ദമയന്തി കിടന്ന് ഉറങ്ങുന്ന ആ വഴിയമ്പലത്തിൽ തിരിച്ചു വന്ന് നോക്കുകയും ചെയ്തു.
വീണ്ടും കലി അങ്ങനെ നളനെ ദൂരേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയും വീണ്ടും നളൻ ദമയന്തിയെ ഉപേക്ഷിച്ച് അകലേക്ക് പോവുകയും അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ദമയന്തിയെ ഉപേക്ഷിച്ച് വളരെ അകലെ എത്തുകയും വീണ്ടും തിരിച്ചു വരികയും ഒക്കെ ചെയ്യുമ്പോൾ തിരിച്ചു വരുന്ന സമയത്തൊക്കെയും ദമയന്തി ഉറങ്ങുന്നതാണ് കാണുന്നതെങ്കിലും അവസാനം നളൻ ദമയന്തിയെ ഉപേക്ഷിച്ച് വളരെ അകലെ എത്തുക തന്നെ ചെയ്തു, എത്തിക്കുക തന്നെ ചെയ്തു കലി എന്ന് പറയുന്നതാണ് വാസ്തവം. നളൻ അകന്നുപോയി കുറേ സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ക്ഷീണമൊക്കെ അകർന്ന് ഉറക്കമുണർന്നു നോക്കിയ ദമയന്തി നളനെ കാണാതിരിക്കുകയും അവിടെ നിന്ന് എണീറ്റ് രാജാവേ 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 എന്ന് വിളിച്ചുകൊണ്ട് ആ കാനനത്തിൽ ഉടനീളം അലഞ്ഞു നടക്കുകയും അങ്ങനെ അലഞ്ഞ് അലക്ഷ്യമായി ഇങ്ങനെ ഓടിപ്പോകുകയായിരുന്ന ദമയന്തിയെ ഒരു പെരുമ്പാമ്പ് പിടിച്ചിങ്ങനെ വിഴുങ്ങാൻ ശ്രമം നടത്തുകയും ഇതകലെ കണ്ടുകൊണ്ട് വരികയായിരുന്ന ഒരു വേടൻ അമ്പെയ്ത് ആ പെരുമ്പാമ്പിനെ നിഗ്രഹിക്കുകയും എന്നാൽ സുന്ദരിയായ ഈ ദമയന്തിയെ കണ്ട് ആ വേടന് അവളെ പ്രാപിക്കണം എന്ന തോന്നലുണ്ടാവുകയും അങ്ങനെ ദമയന്തിയെ പ്രാപിക്കുന്നതിലേക്ക് വേണ്ടി വേടൻ ദമയന്തിയെ അടുത്ത് വരുന്ന സമയത്ത് വേടൻ്റെ ഉള്ളിൽ ധാരണ എന്താണെന്ന് മനസ്സിലാക്കിയ ദമയന്തി വേടനെ ശപിക്കുകയും ചെയ്തു. ദമയന്തിയുടെ ശാപം ഇപ്രകാരമായിരുന്നു: ഞാൻ എൻ്റെ ഭർത്താവിനെ അല്ലാതെ മറ്റൊരു പുരുഷനെയും മനസ്സിൽ പോലും ധരിച്ചിട്ടില്ലാത്തവളാണെങ്കിൽ, എൻ്റെ പാതിവൃത്യത്തിന് ശക്തിയുണ്ടെങ്കിൽ ഈ നീചനായ വേടനെ എൻ്റെ മുന്നിൽ ഭസ്മമാക്കി തരണമേ എന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, നിമിഷ നേരം കൊണ്ട് ഇടിവെട്ടേറ്റ വൃക്ഷം ഭസ്മമാകുന്നത് പോലെ, കരിഞ്ഞു വീഴുന്നത് പോലെ ആ വേടൻ കരിഞ്ഞ് ഭസ്മമായി നിലം പതിക്കുകയും എന്നാൽ ഒന്നും സംഭവിക്കാത്തതുപോലെ ദമയന്തി വീണ്ടും രാജാവേ രാജാവേ എന്ന് വിളിച്ചുകൊണ്ട് അകലത്തേക്ക് ഇങ്ങനെ ഓടുകയും അനേക സമയം അങ്ങനെ കാനനത്തിലൂടെ അരഞ്ഞു നടന്നിട്ടും രാജാവിനെ കാണാൻ കഴിയാതെ ദുഃഖിതയായ ദമയന്തി ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന് തന്നെ തോന്നി, എങ്ങനെയെങ്കിലും ആത്മാഹൂതി ചെയ്ത് കളയാം എന്ന് തോന്നിയ സമയത്ത് അകലെ ഒരു വ്യാഘ്രം നിൽക്കുന്നത് കാണുകയും ആ വ്യാഘ്രത്തിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ നടന്നടുക്കുകയും ചെയ്ത ദമയന്തിയെ ആ വ്യാഘ്രം തൻ്റെ അടുത്തേക്ക് വരുന്ന ആ സ്ത്രീയെ കണ്ടില്ല എന്ന ഭാവത്തിൽ തിരിഞ്ഞു നടന്നു പോകുന്നത് കണ്ട് നിരാശപ്പെട്ട ദമയന്തി വീണ്ടും ഇങ്ങനെ അലയുകയും ആ സമയത്ത് ഒരു വലിയ ആശ്രമം ദമയന്തി കാണുകയും ആ ആശ്രമത്തിലേക്ക് കയറി ചെന്ന ദമയന്തി അവിടെ അനേകം ഋഷിവര്യന്മാരിരിക്കുന്നതായി കാണുകയും അവരോട് തൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും തന്നിൽ നിന്ന് അകന്നുപോയ നള മഹാരാജാവിനെക്കുറിച്ചുമുള്ള ചരിതങ്ങളെല്ലാം ദമയന്തി പറയുകയും നളമഹാരാജാവിനെ തിരിച്ചു കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കിനി ജീവിക്കേണ്ടെന്നും മരിക്കുകയാണ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നതെന്നും ആ യോഗിവര്യന്മാരോട് പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും നീ മരിക്കേണ്ടതില്ലെന്നും നളമഹാരാജാവിനെ നീ തിരിച്ചു കാണുമെന്നും സർവൈശ്വര്യങ്ങളും കൂടി നിനക്ക് തിരിച്ചു ജീവിക്കാനുള്ള സമയം ആവുമെന്നും എന്നാൽ കുറച്ചു കാലം നീ കഷ്ടപ്പെടാൻ വിധിയുണ്ട്, അത് നീ അനുഭവിച്ചേ തീരൂ എന്നും ആ ഋഷിവര്യന്മാർ ദമയന്തി അറിയിക്കുകയും എന്നാൽ നിമിഷ നേരത്തിനുള്ളിൽ തന്നെ അങ്ങനെ ഒരു പർണശാലയോ അവിടെ കുറേ യോഗീശ്വരന്മാരെയോ ഇല്ലാത്ത കാനനത്തെയാണ് ദമയന്തി കണ്ടത്. ഒരു നിമിഷം തനിക്ക് തോന്നിയ മായയാണ് എന്ന് ദമയന്തിക്ക് തോന്നിയെങ്കിലും ആ ഋഷിമാർ പറഞ്ഞ നളനെ തിരിച്ചു കിട്ടുമെന്നും കാണുമെന്നും സർവൈശ്വര്യങ്ങളോടും തിരിച്ചു ജീവിക്കുമെന്നും പറഞ്ഞ ആ ശബ്ദം തൻ്റെ കാതുകളിൽ അലയടിച്ചതിനാൽ വീണ്ടും ദമയന്തി ഇങ്ങനെ നളനെ അന്വേഷിച്ച് കാനനത്തിലൂടെ നടക്കുകയും അല്പം അകലെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കൂട്ടം ആൾക്കാരെ, അതായത് പല പ്രായത്തിലുമുള്ള ചെറുപ്പക്കാരെയും വൃദ്ധരായെയും സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു സംഘം ആളുകളെ കാണുകയും അവരെല്ലാം പാണക്കെട്ടുകളുമായി ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഭാഗത്തേക്ക് ദമയന്തിയും കൂടെ
യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ അകലെ നിന്ന് വരുന്ന അതിസുന്ദരിയായ ഈ സ്ത്രീ, കാനനത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വരുന്ന ഈ സ്ത്രീ ഒരു യക്ഷിയാണോ മനുഷ്യയാണോ എന്ന് അവർക്ക് സംശയം തോന്നുകയും ആ ദമയന്തി അവരോട് പറഞ്ഞ വിവരങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ദമയന്തിയെ മനസ്സിലാവുകയും അവർ അങ്ങ് ചേത് രാജ്യത്തിലേക്ക് കച്ചവടത്തിലേക്ക് പോകുന്ന ആ കൂട്ടം ആൾക്കാരോടൊപ്പം ചേത് രാജ്യത്ത് നടന്ന് ദമയന്തിയും എത്തുകയും ചേത് രാജ്യത്തിലെത്തിയ ദമയന്തി മറ്റ് കച്ചവടക്കാർ അവരവരുടെ ദൗത്യങ്ങളുമായി മുന്നോട്ട് പോയ സമയത്ത് രാജവീഥിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അനേകം തെരുവ് പിള്ളേർ വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞ് ഇങ്ങനെ അലസമായി നടക്കുന്ന ദമയന്തിയെ നോക്കി കൈകൊട്ടിച്ചിരിക്കുന്നത് കണ്ട് രാജകൊട്ടാരത്തിൻ്റെ ചേത് രാജ്യത്തിലെ രാജകൊട്ടാരത്തിൻ്റെ മട്ടിപ്പാവിൽ നിന്ന് മഹാറാണി പുറത്തേക്ക് നോക്കാനിടയാവുകയും ആ നടന്നു പോകുന്ന സ്ത്രീ കീറിയ വസ്ത്രങ്ങളാണെങ്കിലും മുഷിഞ്ഞ രീതിയിലാണ് നടക്കുന്നതെങ്കിലും കുലീനയാണെന്ന് ബോധ്യമായതിനാൽ തോഴിമാരെ ആരെയോ അയച്ച് കൊട്ടാരത്തിലേക്ക് ദമയന്തിയെ കൂട്ടിക്കൊണ്ടുവരികയും ദമയന്തിയുടെ വിവരങ്ങൾ ആരായുകയും ചെയ്തു. ദമയന്തി ഒരു കാരണവശാലും നളൻ്റെ പത്നിയായ ദമയന്തിയാണ് താന് എന്നറിയിക്കാതെ ഭർത്തൃസ്നേഹം കൊണ്ട് ഭർത്താവിനോടൊപ്പം കാനനത്തിൽ അലയുകയായിരുന്ന എനിക്ക് വഴിക്ക് വെച്ച് ഭർത്താവിനെ നഷ്ടപ്പെട്ടതിനാൽ ഒറ്റയ്ക്കായി പോയെന്നും ഭർത്താവിനെ അന്വേഷിച്ച് ഞാൻ അലഞ്ഞു നടക്കുകയാണ് എന്ന് മഹാറാണിയോട് പറയുകയും, എന്നാൽ മഹാറാണി തൻ്റെ രാജകിങ്കന്മാരെ അയച്ച് നിൻ്റെ ഭർത്താവിനെ കണ്ടെത്താമെന്നും അത് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരുന്നതുവരെ ഈ രാജകൊട്ടാരത്തിൽ തന്നെ നിനക്ക് താമസിക്കാമെന്നും ദമയന്തിയോട് പറയുകയും, ദമയന്തി സമയത്ത് അല്ലയോ മഹാറാണി, അവിടുത്തെ മഹാമനസ്സിന് ഞാൻ നന്ദി പറയുന്നു, എങ്കിലും എനിക്ക് ഏതാനും വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ അവിടുന്ന് അംഗീകരിക്കുമെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങയോടൊപ്പം ഈ കൊട്ടാരത്തിൽ കഴിയാൻ കഴിയൂ എന്ന് പറയുകയും, എന്നാൽ നിൻ്റെ വ്യവസ്ഥകൾ എന്താണ് കേൾക്കട്ടെ എന്ന് പറഞ്ഞ സമയത്ത് ദമയന്തി ആ മഹാറാണിയോട് ഇപ്രകാരം പറഞ്ഞു, മറ്റൊന്നുമല്ല, എൻ്റെ വ്യവസ്ഥ ഞാൻ ഒരു വ്യക്തിയുടെയും ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്നതല്ല, ഒരു വ്യക്തിയുടെയും കാല് കഴുകുന്നതല്ല, എൻ്റെ ഭർത്താവിനെ അന്വേഷിച്ച് പോകുന്നവരല്ലാതെ മറ്റൊരു പുരുഷന്മാരോടും സംസാരിക്കുന്നതല്ല, ഒരു രീതിയിലും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാതിവൃത്യമാണെന്ന് കണക്കാക്കുന്ന എൻ്റെ പാതിവൃത്യത്തിന് ദോഷം വരാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് തക്ക ശിക്ഷ നൽകുകയും വേണം. ഇത്രയും വ്യവസ്ഥകൾ അംഗീകരിച്ചാൽ മാത്രമേ എനിക്ക് ഈ കൊട്ടാരത്തിൽ കഴിയാൻ കഴിയൂ എന്ന് മഹാറാണിയോട് പറയുകയും, ഇത് കേട്ടുകഴിഞ്ഞ മഹാറാണി ഇതെല്ലാം നല്ല വ്യവസ്ഥകളാണല്ലോ, ഇതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുത്രിയെ വിളിച്ച് പുത്രിയുടെ തോഴിയായി അവിടെ ജീവിച്ചു കൊള്ളാൻ അനുവദിക്കുകയും ചെയ്തു. പ്രിയ സജ്ജനങ്ങളെ, ഈ ഭാഗം ഞാനിവിടെ നിർത്തുന്നു. അടുത്ത ഭാഗങ്ങളിൽ നളൻ്റെ ദുർഘടമായ ജീവിതവും അവരുടെ ജീവിതം തുടർന്ന് സംഭവിക്കുന്ന കഥകളും പ്രതിപാദിക്കാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.